ഓക്കെ ഓക്കെ, ടെക്നിക്കലായ വിഷയമാണ്. അപ്പൊ സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഒരു സെന്റൻസിനെ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണത് സിമ്പിൾ പ്രസന്റ് ആണോ, സിമ്പിൾ പാസ്റ്റ് ആണോ, സിമ്പിൾ ഫ്യൂച്ചർ ആണോ എന്ന് മനസ്സിലാവുന്നത് അത് പറഞ്ഞു. സബ്ജക്റ്റ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. സബ്ജക്റ്റ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഇത്രയുമല്ലേ നമ്മൾ പറഞ്ഞത്. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ സൂചിപ്പിച്ചു. ഇംഗ്ലീഷിൽ നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്യുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ഒരു ക്രമത്തിൽ എഴുതാൻ നോക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ പറഞ്ഞു. Am I right? ശരിയല്ലേ? Yes, ma'am. Yes, yes. Okay. ശരി. അപ്പൊ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഒരു സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള ഒരു വേർഡ് സെന്റൻസ് പറയും. നിങ്ങൾ അതിനെ സിമ്പിൾ പാസ്റ്റിലോട്ടും സിമ്പിൾ ഫ്യൂച്ചറിലോട്ടും ഒന്ന് മാറ്റി പറയണം. ഞാൻ സിമ്പിൾ പ്രസന്റ് ആണ് പറയുന്നത്, അതിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണം, സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് മാറ്റണം. ഓക്കെ, അതെങ്ങനെ മാറ്റുക എന്നുള്ളത് നിങ്ങൾ പറയാം. ആദ്യത്തെ ഒരെണ്ണം ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. ആദ്യത്തേത്, ഐ റൈറ്റ് ലെറ്റർ. ഐ റൈറ്റ് ലെറ്റർ. ഐ എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് ആണ്. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ്. അപ്പൊ ഐ റൈറ്റ് ലെറ്റർ. ഓക്കെ, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഇതാണ് എന്റെ ചോദ്യം. ഈ സിമ്പിൾ പ്രസന്റിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റണം. അപ്പൊ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാൻ പറ്റും? സബ്ജക്റ്റ് ഐ റോട്ട് ലെറ്റർ. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൽ പറയാം. പറഞ്ഞത് കറക്റ്റ് ആണ്. ഇനി അറിയാൻ പാടില്ലാത്തവർക്ക് കൂടി നമ്മൾ പറയണം. സിമ്പിൾ പാസ്റ്റിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് വേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഐ സബ്ജക്റ്റ് എഴുതി, റൈറ്റ് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് തന്നെ എന്താണ്? റോട്ട്. പ്രസന്റ് ടെൻസ് റൈറ്റ് ആണ്, പാസ്റ്റ് ടെൻസ് റോട്ട് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ റിട്ടൺ ആണ്. അപ്പൊ റൈറ്റ്, റോട്ട്, റിട്ടൺ ആണ്. അപ്പോ അതിന്റെ പാസ്റ്റ് ടെൻസ് ഐ റോട്ട് ലെറ്റർ. ഓക്കെ, ഇനി അതിന്റെ തന്നെ സിമ്പിൾ ഫ്യൂച്ചർ എഴുതുന്നു. സിമ്പിൾ ഫ്യൂച്ചർ എഴുതുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആദ്യം സബ്ജക്റ്റ് എഴുതുക, പിന്നെ ബില്ലോ ഷാലോ എഴുതുക, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് എഴുതാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഐ റൈറ്റ് ലെറ്റർ എന്നുള്ളതിന്റെ നമ്മൾ എഴുതുമ്പോൾ ഐ ഷാൽ അല്ലെങ്കിൽ ബില്ല്, ഐ ഷാൽ, പിന്നെ വേണ്ടത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അത് റൈറ്റ് തന്നെ മതി. ഐ ഷാൽ റൈറ്റ് ലെറ്റർ. ഐ ഷാൽ റൈറ്റ് ലെറ്റർ. ഇത് മനസ്സിലാവാണെങ്കിൽ പറയും. മനസ്സിലായോ? ഒന്നുകൂടി പറയൂ സർ. ഒന്നുകൂടി പറയാം. ഓക്കെ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് ആദ്യം ഓർക്കാം. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമ്മൾ ആദ്യം പഠിച്ചു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് എന്നും, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റ് എന്നും, സബ്ജക്റ്റും ബില്ലോ ഷാലോ വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ അതിനെ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഞാൻ വൺസ് അഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പ്രസന്റും, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റും, സബ്ജക്റ്റും വിൽ അല്ലെങ്കിൽ ഷാലും വെർബിന്റെ പ്രസന്റ് ടെൻസും ആണെങ്കിൽ അതിനെ സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു വാചകം തന്നിട്ട് അതിന്റെ സിമ്പിൾ പാസ്റ്റും സിമ്പിൾ ഫ്യൂച്ചറും എഴുതാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ സിമ്പിൾ പ്രസന്റ് ആയ ഒരു വാചകം ഞാനിവിടെ പറഞ്ഞു. ഐ റൈറ്റ്, ഞാൻ എഴുതുന്നു. ഐ റൈറ്റ്, WRITE. ഇനി നമുക്ക് എഴുതേണ്ടത് ഇതിന്റെ സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ നോക്കുക, സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നോക്കുക. സബ്ജക്റ്റും വേണം, വെർബിന്റെ പാസ്റ്റ് ടെൻസും വേണം. അപ്പൊ നമുക്കിവിടെ ഐ റൈറ്റ് എന്നുള്ളത് ഐ എഴുതി, സബ്ജക്റ്റ് അത് തന്നെ മതി. റൈറ്റ് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ്.
റൈറ്റിന്റെ പാസ്റ്റ് ടെൻസ് ഏതാണ്? റോട്ടാണ്. WROTE, റോട്ട്. ഐ റോട്ട്. അപ്പൊ സിമ്പിൾ പാസ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും. ഇനി വേണ്ടത് നമുക്ക് വേണ്ടതാണ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചർ എഴുതുന്നതിന് മുമ്പ് സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ നോക്കുക. സബ്ജക്റ്റ്, വിൽ അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് എഴുതി തുടങ്ങാം. സബ്ജക്റ്റ് എഴുതി, ഐ, വിൽ അല്ലെങ്കിൽ ഷാലില, വിൽ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പ്രസന്റ് ടെൻസ്. നമ്മൾ ആദ്യം ഐ റൈറ്റ് എന്ന് പറഞ്ഞപ്പോൾ എഴുതിയിരിക്കുന്നത് പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബാണ്. അപ്പൊ പിന്നെ അത് തന്നെ എടുത്ത് എഴുതിയാൽ മതി. ഐ വിൽ റൈറ്റ് അല്ലെങ്കിൽ ഐ ഷാൽ റൈറ്റ്. കിട്ടിയോ? ഓക്കെ, സെറ്റ് ആണല്ലേ? സിമ്പിളുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. ഓക്കെ, റെഡി 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 റെഡി. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ വേറൊരു വാചകം നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ അതിന്റെ സിമ്പിൾ പാസ്റ്റും എഴുതണം, സിമ്പിൾ ഫ്യൂച്ചറും എഴുതണം. ഓക്കെ, പറയട്ടെ. ഐ ടേക്ക്, വേണ്ട, ഐ വേണ്ട, ദേ ടേക്ക് ബുക്ക്. ദേ ടേക്ക് ബുക്ക്. ടേക്ക്, ടുക്ക്, ടേക്ക് എന്നാണ്. അതിന്റെ സിമ്പിൾ പാസ്റ്റും പറയാ, സിമ്പിൾ ഫ്യൂച്ചറും പറയാം. ഓക്കെ. Past, they took book. പാസ്റ്റ്, ദേ ടുക്ക് ബുക്ക്. Future, they will take a book. ദേ വിൽ ടേക്ക് ബുക്ക്. ഐശ്വര്യ എഴുതിയിട്ടുണ്ട് അങ്ങനെ. ഈ അടുത്ത ആള്, ഞാനത് ശരിയാണോ തെറ്റാണെന്ന് പറയാതിരുന്നത്. They take book, they took book, they will take book. They take book, they took book, they will take book. Okay. അടുത്ത ആള്, They take book, they took book, they will take book. they will take book. Take book. ഓക്കെ ഓക്കെ, ശ്രുതി എഴുതിയിട്ടുണ്ട്. അത് തന്നെ. അടുത്തത് പല്ലവി എഴുതി, they took book, they will take book. പരീക്ഷ, they take book. അത് ഞാൻ പറഞ്ഞതാണ്. അതിന് പാസ്റ്റ് എഴുതും. അനിത, they took book. ഇനി അതിന്റെ ഫ്യൂച്ചർ എഴുതുക. ജിതിൽ, they took book. They will take book, they took book. സുകന്യ, ഓക്കെ 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 ഓക്കെ. ശരിയാണ് ശരിയാണ് ശരിയാണ്. ഓക്കെ 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 ഓക്കെ, ശരിയാണ് ശരിയാണ്. റെഡി. ഓക്കെ, അപ്പൊ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് മനസ്സിലായി. നിങ്ങൾക്കത് മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ സിമ്പിൾ പ്രസന്റായ ഞാൻ വാചകം പറഞ്ഞു. നിങ്ങൾ അതിനെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റി, പിന്നീട് നിങ്ങൾ അതിനെ സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് മാറ്റി. ഇനി അടുത്തത് ഞാൻ പറയുന്നത് സിമ്പിൾ പ്രസന്റായ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് ഞാൻ പറയാം. നിങ്ങൾ അതിനെന്ത് ചെയ്യണം? സിമ്പിൾ പാസ്റ്റ് നെഗറ്റീവിലോട്ടും സിമ്പിൾ ഫ്യൂച്ചർ നെഗറ്റീവിലോട്ടും മാറ്റണം. ഞാൻ ആദ്യം പറയാം. They do not come. They do not come. They come വരാറുണ്ട്, they do not come അവർ വരാറില്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. They do not come, അവർ വരാറില്ല. അപ്പൊ ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. നമുക്ക് ഇതിനെ സിമ്പിൾ പാസ്റ്റിലേക്കൊന്ന് മാറ്റണം. അപ്പൊ നമുക്ക് they do എന്നുള്ളൊരു പാസ്റ്റ്, did not, They did not come. ഇനി അത് തന്നെ സിമ്പിൾ ഫ്യൂച്ചറിലെ നെഗറ്റീവിലോട്ട് മാറ്റുമ്പോൾ they will not come. കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു. they do not come എന്നുള്ളത് they did not come, they will not come. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണത്. അത് നിങ്ങളൊന്ന് മറന്നുപോയത് കൊണ്ടാണ് ചിലപ്പോൾ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ ഞാൻ പറയണില്ല, ഒന്ന് മറിച്ച് നോക്കാം. അപ്പൊ മറിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഫോളോ അപ്പ് കിട്ടും. അപ്പൊ ഒരു ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് പിന്നെ പോകുമ്പോൾ നിങ്ങൾക്ക് അതൊരു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ടുള്ള ഗുണം നിങ്ങൾക്ക് തന്നെയാണ്. ഓക്കെ, കാരണം ഈ 12 ടെൻസിലൂടെ നമുക്ക് കടന്നു പോകാനുണ്ട്.
അപ്പോൾ സിമ്പിൾ ഫ്യൂച്ചർ, സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള നെഗറ്റീവ് സെന്റൻസ് നമ്മൾ പറഞ്ഞു. ദേ ഡു നോട്ട് കം എന്ന് പറഞ്ഞു. അത് ദേ ഡിഡ് നോട്ട് കം എന്ന് അതിന്റെ സിമ്പിൾ പാസ്റ്റ് പറയാം. ദേ വിൽ നോട്ട് കം എന്നുള്ളത് അതിന്റെ ഫ്യൂച്ചർ പറയാം. ഓക്കെ, അപ്പൊ ഡു നോട്ട് കം എന്ന് പറയുമ്പോൾ വരാറില്ല, ഡിഡ് നോട്ട് കം എന്ന് പറയുമ്പോൾ വന്നിട്ടില്ല, വിൽ നോട്ട് കം എന്ന് പറയുമ്പോൾ വരില്ല. ഡീറ്റെയിലോ? ഓക്കെ, ഇനി ഞാൻ വേറൊരു സെന്റൻസ് പറയാം. നിങ്ങൾ അതൊന്ന് നെഗറ്റീവായിട്ട് സിമ്പിൾ പാസ്റ്റോട് സിമ്പിൾ ഫ്യൂച്ചറിലോട്ട് മാറ്റുക. പറയാം. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. അവൻ ചായ കുടിക്കാറില്ല. എന്റെ സിമ്പിൾ പാസ്റ്റ് എന്ത് വരും? ഹി ഒരാൾ സ്വാതി എഴുതിയത് ഹി ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ. He will not drink tea. He will not drink tea. അടുത്തത് അച്ചു എഴുതിയത് ഹി ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ. ഇനി അതിന്റെ സിമ്പിൾ ഫ്യൂച്ചർ എഴുതും. He won't drink tea. Anita, sorry, he will not drink tea. Okay. Okay, okay. Okay, Suresh, Eji, Jidili, Sudhi. Okay, okay, okay. Okay, okay, okay. അപ്പൊ ഇതിൻ്റെ അകത്ത് വരുമ്പോ ശരിയാണ്. അപ്പൊ ഇതിനകത്ത് വരുമ്പോ ഞാൻ പറഞ്ഞത് ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ. അവൻ ചായ കുടിക്കാറില്ല. അവൻ ചായ കുടിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ അതിന്റെ സിമ്പിൾ പാസ്റ്റിലോട്ട് മാറ്റുകയാണ്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് കുടിക്കുക എന്നുള്ളതിന്റെ മാറ്റണമെന്നില്ല, ഡു എന്നുള്ളതിന്റെ പാസ്റ്റ് ചെയ്യാൻ മതി. അപ്പൊ എല്ലാതും അതിന്റെ പാസ്റ്റ് അർത്ഥം കിട്ടിക്കോളും. ഡു എന്നുള്ളത് നമുക്ക് എന്താക്കുന്നു? ഡിഡ് ആക്കുന്നു. ഹി ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ. ശരിയാണ്. ഇനി അടുത്തത് അതിന്റെ ഫ്യൂച്ചർ എഴുതുമ്പോൾ ഹി വിൽ നോട്ട്, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല വെർബിന്റെ പ്രസന്റൻസ് ആണ്. ഹി വിൽ നോട്ട് ഡ്രിങ്ക് ടീ. ഹി വിൽ നോട്ട് ഡ്രിങ്ക് ടീ. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇതുപോലെയുള്ള ജീവിതത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം, അപ്പൊ അതായത് ഇപ്പൊ കുടിക്കാറില്ല, കുടിച്ചിട്ടില്ല, കുടിക്കില്ല, നിങ്ങൾ പതിവായിട്ട് ചെയ്യാതിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഒന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ. ഞാൻ ഉദാഹരണം പറയാണ്, ഐ ഡു നോട്ട് യൂസ് ഇംഗ്ലീഷ് മെഡിസിൻ. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻ ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പറയുന്നു. ജീവിതത്തിൽ അങ്ങനെ ചെയ്യണമെന്നല്ല, നമുക്കൊരു ഇംഗ്ലീഷ് സെന്റൻസ് ആണ് വേണ്ടത്. അല്ലെങ്കിൽ ഐ ഡു നോട്ട് യൂസ് ഹോട്ട് വാട്ടർ. ഞാൻ ചൂടുള്ള വെള്ളം ഉപയോഗിക്കാറില്ല. നിങ്ങളും ആ ഡു നോട്ട് വെച്ച് വരാവുന്ന സ്വന്തം ജീവിതത്തിലെ ഒരു 2 സെന്റൻസ് ഒന്ന് പറഞ്ഞ്. ഐ ഡു നോട്ട്, എല്ലാവരും പോയാ? I do not drink coffee. ഐ ഡു നോട്ട് ഡ്രിങ്ക് കോഫി. ഒരാളെഴുതി ഐ ഡു നോട്ട് യൂസ് നോൺ വെജ്. ഐ ഡു നോട്ട് ഡ്രിങ്ക് മിൽക്ക്. ശനി എഴുതിയിട്ടുണ്ട്. ഞാനത് പറഞ്ഞതാണ്, വേറെ ഒന്നും പറയാം. നമുക്ക് പറയാം ഐ ഡു നോട്ട്, ശ്രുതി എഴുതി ഐ ഡു നോട്ട് യൂസ് മോർ ഷുഗർ. ധാരാളം ഷുഗർ ഞാൻ ഉപയോഗിക്കാറില്ല. ശരി. നമുക്ക് പറയാം ഐ ഡു നോട്ട്
സ്മോക്ക്, ഞാൻ പുകവലിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് ആൽക്കഹോൾ. ശിവദാസ് പറയുന്നു ഐ ഡു നോട്ട് പ്ലേ ക്രിക്കറ്റ്. ഐശ്വര്യ ശിവദാസ്. യെസ്, നമുക്ക് പറയുക എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ എഴുതുന്നത് ശരിയാണ്, ഒന്ന് പറഞ്ഞും കൂടി നോക്ക്. പറയുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു ചളിപ്പില്ല, അതാണ് മാറി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കും, പറയൂല. തെറ്റിക്കോട്ടെ, നമ്മളെപ്പോഴും അത് പറഞ്ഞിട്ട്. കാരണം ഒരു ഇന്റർവ്യൂവിൽ എവിടെയൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് എഴുതി കൊടുത്താൽ പോലല്ലോ, അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരം പറയണ്ടേ. അതെന്നല്ല ജിൽ എന്ന് പറഞ്ഞ് വീഴേണ്ട ആൻസർ. ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാനൊക്കെ കേൾക്കുമ്പോൾ എന്ത് പറയും? ഓക്കെ, യു ആർ സെലക്ടഡ്. ഇനി വേറെ ഒന്നും ചോദിക്കാനില്ല, യു ആർ സെലക്ടഡ് എന്ന് പറയും. I don't watch television. ഐ ഡോണ്ട് Watch television. ഓക്കെ. അടുത്ത ആള് പറയുന്നത് ഐ ഡു നോട്ട് കട്ട് ട്രീസ്. ഓക്കെ. I don't play game. ഐ ഡു നോട്ട് Play game. ഓക്കെ. ഐ ഡു നോട്ട് പ്ലേ ഗെയിം. ഓക്കെ. അടുത്തത് അപ്പൊ നമ്മൾ ഡു നോട്ട് വെച്ച് പറഞ്ഞു. സരീഷ് എഴുതിയിട്ടുണ്ട് ഐ ഡു നോട്ട് വേസ്റ്റ് മണി. ഓ, വെരി ഗുഡ്. ഐ ഡു നോട്ട് വേസ്റ്റ് മണി. ഓക്കെ. നമ്മള് പറയാറില്ല, ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. ഒരു പഴഞ്ചൊല്ലാണത്. അതായത് നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് എന്ന് പറയണത് സൗന്ദര്യം എന്ന് പറയണത്. നമ്മളൊരു പക്ഷെ വേസ്റ്റ് ആണ് എന്ന് പറയുന്ന സംഗതി വേറെ ആൾക്ക് എന്തായിരിക്കില്ല, വേസ്റ്റ് ആയിരിക്കില്ല. നമ്മൾ വേസ്റ്റ് അല്ല എന്ന് പറയുന്ന സംഗതി വേറെ ആൾക്ക് വേസ്റ്റ് ആവുകയും ചെയ്യും. ഓക്കെ. അത് ആ പഴഞ്ചൊല്ലൊന്ന് ഓർത്തിരിക്കുക. ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദ ബിഹോൾഡർ. ഓക്കെ. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം പറഞ്ഞു. ഞാൻ ഒന്നുകൂടി വരാം. ഹി ഡസ് നോട്ട് ഡ്രിങ്ക് ടീ എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചായ കുടിക്കാറില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പതിവായിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ഹി ഡിഡ് നോട്ട് ഡ്രിങ്ക് ടീ എന്ന് പറയുമ്പോൾ അവൻ ചായ കുടിച്ചിട്ടില്ല. കുടിക്കുമായിരുന്നു പതിവായിട്ട്, പക്ഷെ ഇപ്പൊ കുടിച്ചിട്ടില്ല. അതുപോലെ ഇന്ന് രാവിലെ മുതൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ സമയം വരെ ഏതാണ്ട് 11:53 വരെയുള്ള ഈ സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യാത്ത കാര്യം, എല്ലാ ദിവസവും ചെയ്യണതാണ്, പക്ഷെ ഇന്ന് ചെയ്തിട്ടില്ല. അതൊന്നും ഇംഗ്ലീഷിൽ പറഞ്ഞു. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് തരാം. ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് വാഷ് മൈ ക്ലോത്ത്സ്. ഞാൻ എൻ്റെ വസ്ത്രങ്ങൾ ഇതുവരെ ഇന്ന് അലക്കിയിട്ടില്ല. അലക്കാറുള്ളതാണ്, പക്ഷെ ഇന്ന് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് യൂസ്, അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് യൂസ് ഓർ ടേക്ക്. ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ മെഡിസിൻ. അല്ലെങ്കിൽ ഐ ഡിഡ് നോട്ട് ഗീവ് ഫുഡ് ടു മൈ പാരൻസ്. ഞാൻ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ല. ഇന്ന് ചെയ്യാത്തൊരു കാര്യം പറയും. അപ്പൊ ഡിഡ് നോട്ട് വെച്ച് പറയണം. I did not clean my home. I did not clean my room. സ്റ്റൈൽ ആയിട്ട് പറയട്ടെ. I did not clean room. അടുത്തത് I did not clean my pants. അടുത്തത് I did not write my assignment. Okay. I did not cook my food. Sari. Yes. Did not വെച്ച് പറയും. I did not bath my children. I did not bath my children. Okay. Very good. അല്ല, ഡിഡ് നോട്ട് വെച്ച് എന്തോരം കാര്യങ്ങൾ പറയാൻ പറ്റുന്നത് പറഞ്ഞോ. ഒരാൾ പറയുമ്പോൾ വിചാരിക്കും ഞാൻ പറയാൻ വിചാരിച്ചതാണല്ലോ, അത് അവിടുന്ന് വീണല്ലോ. അപ്പൊ അടുത്ത വേറൊരു കാര്യം പറയാം. നിങ്ങൾ സ്ഥിരം ചെയ്യുന്നത്, പക്ഷെ ഇന്ന് രാവിലെ ഒടുങ്ങി ഈ 12 മണി സമയത്തിന്റെ ഉള്ളിൽ ചെയ്യാത്തത്. I did not cook my food. I did not cut my vegetables. I did not clean my room. I did not wash my dress. I did not eat food. ജിതിൽ പറയുന്നുണ്ട് I did not eat my food. ഞാൻ ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല, കഴിക്കേണ്ടതായിരുന്നു, സമയം കഴിഞ്ഞു.
കഴിച്ചിട്ടില്ല. ഓക്കെ. അപ്പൊ ഞാൻ ആ ജിതില് പറഞ്ഞ ആ സംഗതി ആരംഭിക്കുകയാണ്. ഇവിടെ പറഞ്ഞു ഐ ഡിഡ് നോട്ട് ഈറ്റ് ഫുഡ് എന്ന് ജിതില് പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് ജിതില് ഒരു ആൻസർ പറയണമെങ്കിൽ ജിതിലിനോട് നമ്മൾ ചോദ്യം ചോദിക്കണം. നീ ഭക്ഷണം കഴിച്ചോ? അല്ലേ? നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോഴാണ് ജിതിലിന് പറയാൻ പറ്റുള്ളൂ ഐ ഡിഡ് നോട്ട് ഈറ്റ് മൈ ഫുഡ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ ജിതിലിനോട് നമ്മൾ ചോദിക്കുകയാണ് നീ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും. ഡിഡ് യു ഈറ്റ് യുവർ ഫുഡ്? നീ നിന്റെ ഭക്ഷണം കഴിച്ചോ? അല്ലെങ്കിൽ ഡിഡ് യു ഈറ്റ് ഫുഡ്? നീ ഭക്ഷണം കഴിച്ചോ? അതിന് ജിതില് പറയുന്ന മറുപടിയാണ് ഐ ഡിഡ് നോട്ട് ഈറ്റ് മൈ ഫുഡ്. ഇനി നിങ്ങള് നിങ്ങളുടെ ഒരു കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഡിഡ് വെച്ച് ഒരു ചോദ്യം ചോദിച്ചു. ഡിഡ് വെച്ച് ഒരു ചോദ്യം ചോദിച്ചു. Did you call me yesterday? ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ? നീ ഇന്നലെ എന്നെ വിളിച്ചോ? കറക്റ്റ്, വെരി ഗുഡ്. ഡിഡ് യു കോൾ മീ യെസ്റ്റർഡേ? നമുക്ക് വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ ഇട്ട് തരാം. ഡിഡ് യു ഫിനിഷ് യുവർ ഹോംവർക്ക്? ഡിഡ് യു സീ ദ ഫിലിം വിച്ച് ഐ ടോൾഡ് യു? ഞാൻ നിങ്ങളോട് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടോ? വിച്ച് ഐ ടോൾഡ് യു. വിച്ചും ഒക്കെ നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. വിച്ച് ഒക്കെ ഉപയോഗിച്ച്. ഓക്കെ. വേറെ പറ. ഒരു ഡിഡ് വെച്ച് വരാവുന്ന ഒരു ചോദ്യം ചോദിക്കും. നമ്മൾ പറഞ്ഞു തന്നെ പഠിക്കണം കേട്ടോ, രണ്ട് ലക്ഷ്യമില്ല. ഡിഡ് വെച്ചൊരു ചോദ്യം എന്നോട് ചോദിക്കും. ചോദ്യം ഡിഡ് വെച്ച് വരാവുന്ന ചോദ്യം ചോദിക്കും. ഡിഡ് യു കം വിത്ത് മീ? എന്റെ കൂടെ വന്നു. ഓക്കെ. ശ്രുതി. ഡിഡ് യു മേക്ക് ചപ്പാത്തി? ഓക്കെ. ഡിഡ് യു മേക്ക് ചപ്പാത്തി? അതിന്റെ കൂടെ വേണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഡിഡ് യു മേക്ക് ചപ്പാത്തി യെസ്റ്റർഡേ? ഓക്കെ. Did you go their home? ഡിഡ് യു Go their home? ഓക്കെ ഓക്കെ. ഡിഡ് യു ഡൺ യുവർ ഹോംവർക്ക്? ഓക്കെ. Did you wash your clothes? Did you wash your clothes? Okay. Did you wash your clothes? Okay. Did you go to shopping yesterday? Did you go to shopping yesterday? Okay. നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചു ഡിഡ് യു ഗോ ഫോർ ഷോപ്പിംഗ് യെസ്റ്റർഡേ? അതിന്റെ മറുപടി എന്ത് പറയും? നമ്മളോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. നമ്മളോടാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇതിന്റെ മറുപടി എന്ത് പറയും? രണ്ട് രീതിയിൽ പറയും. യെസ് ഐ വെന്റ് ഫോർ ഷോപ്പിംഗ് യെസ്റ്റർഡേ എന്ന് പറയാം. അല്ലെങ്കിൽ നോ ഐ ഡിഡ് നോട്ട് ഗോ ഫോർ ഷോപ്പിംഗ് യെസ്റ്റർഡേ. കണ്ടോ? യെസ് ഐ വെന്റ് എന്ന് പറയാം. ഓക്കെ 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 പറഞ്ഞോ. ഇനി ഡിഡ് ചോദിച്ചു. I did എന്ന് പറയാവോ? ഐ ഡിഡ് പറയാം. കറക്റ്റ് ആണ്. സംസാരിക്കുമ്പോൾ പറയാം. ഡിഡ് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാല് അതിന്റെ അർത്ഥം പാസ്റ്റ് ആണ്. ഡിഡ് പ്ലസ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദാറ്റ് ഈസ് ഈക്വൽ ടു വെന്റ് എന്നാണ്. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ഈക്വൽസ് പാസ്റ്റ് ടെൻസിന്റെ അർത്ഥമാണ് ഉള്ളത് കേട്ടോ. അതാണ് നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ചോദ്യത്തിൽ എപ്പോഴും ഡു ഡസ് ഡിഡ് ഒക്കെ വരുന്നത്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകെ പോകെ പറയാം, കുഴപ്പമില്ല. പറഞ്ഞോളൂ. ഐ ഡിഡ്. യെസ് ഐ ഡിഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു എന്നാണ്. ഓക്കെ. ഞാൻ പോയി, ഷോപ്പിങ്ങിന് പോയി. യെസ് ഐ ഡിഡ്. ഇനി ഡിഡ് വെച്ച് വേറൊരു ചോദ്യം ചോദിക്കും. അപ്പൊ ഡിഡ് നിങ്ങൾക്ക് ഇപ്പോ കുറച്ച് ചോദ്യം ചോദിച്ചതുകൊണ്ട് നമുക്ക് ഇനി അടുത്തിലോട്ട് പോവുകയാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫ്യൂച്ചർ അതായത് ഹി ഡസ് നോട്ട് കം, അവൻ വരാറില്ല. ഹി ഡിഡ് നോട്ട് കം, അവൻ വന്നിട്ടില്ല. ഹി വിൽ നോട്ട് കം, അവൻ വരില്ല. അപ്പൊ നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം പറയും. അതായത് നാളെ നിങ്ങൾ ചെയ്യില്ലത്. നാളെ നിങ്ങൾ ഇപ്പൊ ചെയ്തിട്ടില്ല കേട്ടോ. അത് ഡിറ്റ് വെച്ച് നമ്മൾ പറഞ്ഞത്. ഭാവിയിൽ നിങ്ങൾ ചെയ്യില്ല. നാളെയോ ഇന്ന് നിങ്ങൾ ചെയ്യില്ല, ആ കാര്യം ചെയ്യില്ല. അത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു. ഒരു എക്സാമ്പിൾ പറയാം. ഐ വിൽ നോട്ട് ഗോ ഫോർ ഷോപ്പിംഗ്. ഞാനിന്ന് ഷോപ്പിങ്ങിന് പോകില്ല. ഐ വിൽ നോട്ട് ഗോ ഫോർ ഷോപ്പിംഗ്. അല്ലെങ്കിൽ ഐ വിൽ നോട്ട് യൂസ് മൈ ഇലക്ട്രിക് സ്കൂട്ടർ ടുഡേ. ഇന്ന് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കില്ല. I will not come tomorrow. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഐ വിൽ നോട്ട് കം ടുമാറോ. ഞാൻ നാളെ വരില്ല. ഓക്കെ, ശരിയാണ്. I will not buy vegetables today. ഐ വിൽ നോട്ട് എന്റെ ഒരു വാക്ക്. ഐ വിൽ നോട്ട് എന്താ ഉദ്ദേശിച്ചത്? Buy. ഐ വിൽ നോട്ട് ബൈ.
I I will will not. not buy vegetables. Okay. I will not buy vegetables today. Okay. ശരിയാണ്. അടുത്തത് I will not cut my vegetables today. അടുത്ത ആള് will not വെച്ചിട്ട് ഒരു സെന്റൻസ്. I will not sleep today. in the afternoon. Okay. I will not pursue. ഐ തന്നെ പറയണമെന്നുണ്ടോ? എന്തോ? ഐ തന്നെ പറയണമെന്നുണ്ടോ? ഇല്ല, ഇഷ്ടമുള്ള പറഞ്ഞു. ഞാനത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ആൻസർ പറയുമ്പോൾ ഐ എന്നല്ല പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറഞ്ഞത്. ഞങ്ങൾ നോക്കിക്കോ, കുഴപ്പമില്ല. വി വിൽ നോട്ട് വർക്ക് ടുഡേ. ഞങ്ങൾ ഇന്ന് ജോലി ചെയ്യില്ല, കാരണം ഞങ്ങൾ ഇന്ന് സ്ട്രൈക്കിലാണ്. വി വിൽ നോട്ട് ആൻഡ് ഐ വിൽ നോട്ട് ഡ്രിങ്ക് കൊക്കോകോള. She will not dance today. ഷീ വിൽ നോട്ട് ഡാൻസ് ടുഡേ. I will not sleep She in the will afternoon. not. ഓക്കെ. ഇനി He won't help you. he won't help you. He will not help you. ആണ് won't. അത് നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ പറഞ്ഞ സമയത്ത് പറയാം. He won't help you or he will not help you. അവൻ ഇന്ന് നിങ്ങളെ സഹായിക്കില്ല. ഓക്കെ, he will not help you. ഇനി ഞാൻ നിങ്ങളോട് നേരത്തെ പറയേണ്ട, നിങ്ങളത് റെഡിയാക്കി വരും. സാധാരണ ഇതിലൊരു ഇന്റർവ്യൂവിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളോട് പറയണം, പ്ലീസ് ബി സീറ്റഡ്, ഇരിക്കാൻ പറയും. നിങ്ങൾ അവിടെ ഇരുന്നു. എന്നിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയും, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താൻ പറയും. ആ ഒരു ഒറ്റ ആൻസറിൽ നമ്മുടെ ഇന്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് വീഴണം. ആ ഒരു ഉത്തരം നിങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണ്, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക. ഈ ഇപ്പൊ സംസാരിച്ചതിന് ധൈര്യമുള്ള ആരെങ്കിലും ഒന്ന് പറഞ്ഞു. മൈ നെയിം ഈസ് മാലതി, സോ ഐ ആം കമ്മിങ് ഫ്രം ഏത് സ്ഥലം എന്ന് പറയാം. വീട്ടിൽ ആരൊക്കെയുണ്ട്, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഹോബി എന്താണ്. നേരത്തെ പറഞ്ഞ് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യും. ഇത് നമ്മൾ പ്രിപ്പറേഷൻ ഇല്ല, ഇതിപ്പോ നമ്മൾ സ്വന്തമായിട്ട് ഇപ്പൊ ആലോചിച്ചതിനെ പറയുകയാണ്. ആർക്ക് പറയാം? ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. Yes, sir. Yes, start with it. My name is Anjali. Okay, Anjali. I am coming from Thrissur. Okay. I am completed my Okay, പറഞ്ഞോളൂ. I am completed my post graduation in Okay. MA 2018. Okay, very good. I have a daughter. Okay. Her name is Pallavi. Okay. She is in LKG class. She studies in LKG class. Okay. My favorite hobby Ah. is listening music and Listening music. reading. Okay, reading. ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ പൊതുവായിട്ടുള്ള ശ്രദ്ധയിലോട്ട് പറയുന്നു. ഞാൻ ഇതിനു മുമ്പ് പല ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടുള്ളത് കൊണ്ടും എൻ്റെ അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ ഞാൻ പറയുന്നതാണ്. ഒരിക്കലും നമുക്ക് ഇല്ലാത്ത ഹോബി കയറി ഒരിക്കലും പറയരുത്. കാരണം എന്ത് പറ്റൂ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്ന ഒരു ആൻസർ അവർക്ക് അടുത്ത ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് നമ്മൾ പറയുകയാണ് വാട്ട് ഈസ് യുവർ ഹോബി, അപ്പൊ നമ്മൾ വെയിറ്റ് കിട്ടാൻ വേണ്ടി പറയും മൈ ഹോബി ഈസ് റീഡിങ്. ഉടനെ അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കും വിച്ച് ടൈപ്പ് ഓഫ് ബുക്സ് യു റീഡ്. അടുത്ത ക്വസ്റ്റ്യൻ അവർ ചോദിക്കും. അപ്പൊ നമ്മൾ റീഡിംഗ് എന്ന് പറഞ്ഞും പോയി, ഇനി മാറ്റി പറയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറയും ഐ റീഡ് ഓട്ടോബയോഗ്രഫി, ഞാൻ ആത്മകഥകളാണ് വായിക്കാറ്. അപ്പൊ ഈ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ കുറെ ആത്മകഥ വായിച്ച ആൾക്കാരായിരിക്കും. അവര് കുറച്ച് ആത്മകഥയുടെ പേര് പറയും, ഇതൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ വല്ലതും വായിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മളെന്ത് പറയും? ഇല്ല എന്ന് പറയും. അപ്പൊ നമ്മൾ റീഡിങ് എന്ന് ഹോബി പറഞ്ഞത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. ലാസ്റ്റ് അവർ പറയും നെയിം ദ ഓട്ടോബയോഗ്രഫി ദാറ്റ് യു ഹാവ് റെഡ് ലാസ്റ്റ്.
നിങ്ങൾ ഏറ്റവും ഒടുവിൽ വായിച്ച ഓട്ടോബയോഗ്രഫിയുടെ പേര് പറയാൻ പറയും. അപ്പോഴും നമുക്കൊന്നും പറയാനില്ല. അപ്പൊ എപ്പോഴും അവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ബുദ്ധിപരമായ ഒരു നീക്കം നടത്തുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ഒരു ചാൻസ് ഇട്ട് കൊടുത്തു ചോദിക്കരുത്. അങ്ങനെ നമുക്ക് റീഡിങ് പറയാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലെ ചോദ്യം വന്നു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഓക്കെ, കീപ് ഇറ്റ്. അത് എപ്പോഴും ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നമ്മളെ കുറിച്ചൊന്നും അറിയില്ല. നമ്മൾ പറയുന്നതിൽ നിന്നാണ് അവർ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നേരത്തെ പറഞ്ഞു മൈ ഹോബീസ് ലിസണിങ് മ്യൂസിക് എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ചോദ്യം അവർ ചോദിക്കും, വിച്ച് ടൈപ്പ് ഓഫ് മ്യൂസിക് ദാറ്റ് യു ലൈക്ക് മോസ്റ്റ്, ഹു ഈസ് യുവർ ഫേവറേറ്റ് സിംഗർ. അപ്പോ നമ്മളൊരു സംഗതി പറയുമ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടി അതിന്റെ കണക്ഷനായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി നമ്മൾ കണക്കാക്കിയിട്ട് അതിനും കൂടി ഉള്ള ഒരു മറുപടി നമ്മുടെ മനസ്സിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ, എല്ലാവർക്കും അത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അഞ്ജലി, ഹൗവർ ഇറ്റ് ഈസ് വെരി ഗുഡ്. അത് ആദ്യമായിട്ട് അറ്റംപ്റ്റ് ചെയ്തില്ലേ, വെരി ഗുഡ്, കീപ് ഇറ്റ്. നെക്സ്റ്റ്, ഇനി ആർക്കാ ധൈര്യമുള്ളത്? Thank you, sir. ഓക്കെ, My name is Divya. യെസ്, ഓക്കെ. I'm from My name is Divya. Thank you for giving this opportunity to introduce myself. Oh, very good. I belong to a nuclear family. I completed my diploma in GNM. And I'm married. Okay. I have 2 children. My hobbies are watching cinema and listening movies. My hobbies are watching cinema. Watching cinema. Okay. And listening music. Okay. Okay. ഒരു ആവറേജ് ലെവലിൽ അങ്ങനെ പോയി. അടുത്ത ആള് ഞാൻ പറഞ്ഞോട്ടെ? ധൈര്യമായിട്ട് പറയും. Okay, my name is Anu. I'm from Ernakulam and I'm just finished my +2. Okay. And I don't study. I don't educated more, and I love horror movies and music. I don't have any hobbies, and I love cooking, and that's all. Thank you. Okay. Suppose പോലെ ഒരു മിനിറ്റ്. ഹലോ. Okay. അപ്പൊ അതിന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പോ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, മിസ് അനു, വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? ജീവിതത്തിൽ നിങ്ങളുടെ ഒരു ആഗ്രഹം ഉണ്ടാവും, ഇന്നതായി തീരണം, ഇന്നതാവണം. വാട്ട് ഈസ് യുവർ അംബിഷൻ ഇൻ യുവർ ലൈഫ്? My first ambition is police officer, and I throw it, and now I become a hospital administrator. And you told me that you want to become a police officer first. No, I don't educated that more, so. അല്ല, പറയുന്ന ഉത്തരം തെറ്റിക്കോട്ടെ, അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. നമ്മള് ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ പറഞ്ഞതിനെ കുറച്ച് ധൈര്യമുള്ളത് തോന്നിയതിന്റെ പേരിൽ ഞാൻ ചോദിച്ചത്. And you told me that you want to become a police officer. So let me ask you one more question. Why did you try to become a police officer? I think police working is not good. So many people, politicians, they may criticize, and you want to become a police officer. Why? But I love that work, and I love police,
and they are so sincerity police officer in this Kerala. So many police officers helps people. So I like them. So I want to become a police officer. So you want to become a police officer. I think that Yeah. you are totally influenced by the film by Suresh Gopi. No, I don't like you. No. Most of the people that we will see Suresh Gopi as a good police officer. So I Yeah. think that you may be influenced by these Yeah. films. No, Is it- you know. No. Yeah, Okay. yeah. I think, let me ask you one more question. That you like to be a police officer. You told that who is your role model in police? Role model? She's in Kerala police, Ernakulam police station, Perumbavoor. Her name is Balamani. I Balamani. like her. Yeah. Why did you like Balamani? Constable. Yeah. Oh. Why did you like Balamani? What is the features that you find most favorable in Balamani? Because she helps me, so I like her. I have a problem, so then I call her and told her, and she helped me lot of things. Then I like her attitude and I like her sincerity. So she's my role model. And then I think become a police officer. She's just a constable. Yes. Okay. And you experience the sincerity, good attitude, and everything from Balamani. So, and Yeah. you also want to become a sincere police officer. Yeah. Let it be true. Let it be fulfilled. Okay. ഇനിയിപ്പോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർവ്യൂവിനാന്ന് വിചാരിക്കും. ഇനി ഞാൻ ആ ചോദ്യം ചോദിക്കരുത്. And you want to become a police officer. Now, why did you come for this job? Because family problems, they're not allowed study more than, so I cook it +2 and then I take this 6-month course and I studying that. And because of the family problems, you wanted to become a hospital administrator. Yeah. I would you like to work in Kerala or outside Kerala or outside India? Anywhere. Anywhere. Yeah. Suppose you are getting an opportunity from Kerala, outside Kerala, and outside India simultaneously at a time. Which one that you will select? Outside. Which one you will select? Or a സമയത്ത് 3 സ്ഥലത്തു നിന്നും വന്നു വിചാരിക്കും. Which one that you will select? And I don't understand your question. One. Suppose that you got the employment call letter or Okay. order from Kerala, Okay. outside Kerala, Okay. and outside India. Outside India. Outside India. Which one? Which call letter you will? Which appointment order that you will go for? Outside India. അതായത് കേരളത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ജോലി, കേരളത്തിന് പുറത്തുനിന്ന് വന്നു, ഇന്ത്യക്ക് പുറത്ത് ഒരേ സമയമാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിനകത്ത് പോകും. ഇന്ത്യക്ക് പുറത്ത്. Why? Why go abroad? That's salary. Salary. And You want to become a very rich woman very soon. yeah. That is why you go. You want to become, Very soon. No. Slowly. Look at the Wayanad. So there are so many people. They saved every part of their money, and but they were vanished. That's why I said Mullaperiyar Dam is പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും ചത്തുപോകും. സോ ഞാൻ ഇന്ത്യക്ക് പുറത്തു പോയാൽ കുഴപ്പമില്ലല്ലോ. You want to save by yourself. Okay. Okay. അപ്പൊ ഞാനിത് ഈ അഞ്ജനോട് ഇത് ചോദിച്ചത്, അനുവിനോട് ഇത് ചോദിച്ചത് ബാക്കിയുള്ള മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. കാരണം നല്ലൊരു കാൻഡിഡേറ്റ് ആണെങ്കിൽ, നല്ലൊരു ഗുഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ ഇന്റർവ്യൂ ബോർഡിനെ നമ്മൾ വിചാരിച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അത് നമ്മുടെ പെർഫോമൻസ് കാണുമ്പോൾ അവർ നമ്മളൊപ്പം വരും. ഓക്കെ, കീപ് ഇറ്റ്. കുഴപ്പമില്ല. ഇനി അടുത്ത ആള്. താങ്ക് യു. വെൽക്കം. എനിബഡി? അപ്പൊ നിങ്ങളിത് മനസ്സിലൊന്ന് വിചാരിച്ചു വെക്കുക. എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് എന്ന് പറയുമ്പോൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് റെഡിയാക്കി നോക്കി പറയാനല്ല.
അത് നമ്മൾ നേരെ മുഖത്ത് നോക്കിയിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി വെക്കുക. അതെപ്പോഴും നിങ്ങൾക്ക് ഗുണം ചെയ്യും എന്ന് മാത്രം പറയും. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് റിപ്പീറ്റ് ചെയ്തത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു കാര്യം കൂടി പറയും. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഹെഡിങ് എഴുതുക, പ്രസന്റ് കണ്ടിന്യൂവസ്, PRESENT, പ്രസന്റ്, PRESENT, പ്രസന്റ് കണ്ടിന്യൂവസ്, CONTINUOUS, CONTINUOUS, പ്രസന്റ് കണ്ടിന്യൂവസ്. എഴുതിയോ? പ്രസന്റ് കണ്ടിന്യൂവസ്, PRESENT, പ്രസന്റ് CONTINUOUS. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നോക്കിയത് സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാണ്. സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റൻസ് സിമ്പിൾ പ്രസന്റ്, സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് ടെൻസ് സിമ്പിൾ പാസ്റ്റ്, സബ്ജക്റ്റ് പ്ലസ് വിൽ അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റൻസ് സിമ്പിൾ ഫ്യൂച്ചർ. അപ്പൊ ഈ നാലാമത് നമ്മൾ പറയാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ അത് നമ്മൾ ഒന്ന് എഴുതി വെക്കുക. സബ്ജക്റ്റ് പ്ലസ്, അപ്പൊ എസ് പ്ലസ് എന്ന് എഴുതുക. എസ് പ്ലസ് ഓക്കെ, എസ് പ്ലസ് ഈസ്, ഒരു സ്ലാഷ് ഇടുക, ആം ആർ, ഈസ് ആം ആർ, മൂന്നും എഴുതുക. ഈസ് ആം ആർ, IS ഈസ്, AM ആം, ARE ആർ, ഈസ് ആം ആർ, ഈസ് ആം ആർ എഴുതിയ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ് വി, അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ് ഇട്ടിട്ട് ING. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടി പറയാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പോ നേരത്തെ പഠിച്ച മൂന്നെണ്ണത്തിന് കൂടി ഇതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ്, അത് കഴിഞ്ഞതിന് ശേഷം വെർബ് പിന്നെ ING. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അർത്ഥം ആകുന്നു എന്നാണ്. ആകുന്നു. അപ്പോ ഇത് എവിടേക്ക് ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ആം വരുന്നത് ഐ സബ്ജക്റ്റ് ആകുമ്പോൾ ആം വരും. ഐ സബ്ജക്റ്റ് ആണെങ്കിൽ അയാ എന്ന് പറയുള്ളൂ. ഐ കഴിഞ്ഞാൽ ആം വരും. ഇനി അടുത്തത് ഈസ് വരുന്നത് എവിടെയൊക്കെയാണ്? ഹി, ഹി ആണെങ്കിൽ ഈസ് വരും, ഷീ ആണെങ്കിൽ ഈസ് വരും, ഇറ്റ് ഇതാണെങ്കിൽ ഈസ് വരും. അത് കഴിഞ്ഞതിന് ശേഷം സിംഗുലർ ഏകവചനം ഒരാളുള്ളെങ്കിൽ അവിടേക്ക് ഈസ് വരും. ഇനി അടുത്തത് ആറ്. ഇതിലൊന്നിലും വിടാത്ത ആറിൽ വരും. എന്നാലും നമുക്ക് എഴുതി വെക്കാം. ദേ ആർ, THEY, ദേ, YOU, പിന്നെ WE, പിന്നെ പ്ലൂറൽ ബഹുവചനം PLURAL, പ്ലൂറൽ. ഓക്കെ, അപ്പോ ഞാൻ ഒന്നുകൂടി പറയുന്നു. നമ്മൾ നോക്കിയത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് പ്ലസ് വെർബ് പ്ലസ് ING. അത് ഈസ് ഏതിലൂടെ വരുന്നു? ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, പിന്നെ സിംഗുലർ. അതായത് ബേർഡ് ഈസ്, ബേർഡ്സ് ആണെങ്കിൽ വരില്ല. ബോയ് ഈസ്, ബോയ്സ് ആണെങ്കിൽ വരില്ല. ഗേൾ ഈസ്, ഗേൾസ് ആണെങ്കിൽ വരില്ല കേട്ടോ. സിംഗുലർ ഒരാളുള്ളെങ്കിലൊക്കെ ഈസ് വരും. ഇനി അടുത്തത് ആറ് വരുമ്പോ ദേ ആർ, THEY, ദേ ആർ, വി ആർ, യു ആർ, പിന്നെ പ്ലൂറൽ ബോയ്സ്, ഗേൾസ്, പ്ലേയേഴ്സ്. അങ്ങനെ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റിന്റെ കൂടെയും ആറ് വരുന്നു. അത്രയും പിടികിട്ടിയില്ലേ? പിടികിട്ടിയോ? ഓക്കെ. ശരി. അപ്പൊ അത് മനസ്സിലായില്ലേ?
ഓക്കെ, റെഡി. നമുക്ക് ബാക്കി പറയാം. ഇനി നമുക്ക് ഒരു സെന്റൻസ് പറയുകയാണ്. ഞാനിപ്പോ സിമ്പിൾ പ്രസന്റ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത് പതിവിനെ സൂചിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞു. സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് കഴിഞ്ഞു പോയ സംഭവത്തെ കുറിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞു. സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു അത് വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നതാണെന്ന് പറഞ്ഞു. അവിടെയാണ് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിക്കുക. ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂവസ് എന്ന് പറയുന്ന വാക്ക്, കണ്ടിന്യൂവസ് എന്നൊരു വാക്ക് നമ്മൾ ആലോചിക്കുക. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുള്ളൂ. അപ്പോൾ അതായത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ പറയുന്നത്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അപ്പൊ വി ആർ സ്റ്റഡിയിങ്, നമ്മൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ ഉറങ്ങുകയല്ല, അപ്പൊ അതുകൊണ്ട് വി ആർ സ്ലീപ്പിംഗ് എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ സംഭവം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പറയാം ഐ ആം ടീച്ചിങ്, കാരണം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ സ്റ്റഡിയിങ്, യു ആർ ലുക്കിംഗ്, they are singing, she is working, they are reading. അപ്പോ സബ്ജക്റ്റ് എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതുക, വെർബ് എഴുതുക, ing എഴുതുക. അങ്ങനെയാണെങ്കിൽ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയിരിക്കും. നിങ്ങൾ പ്രസന്റ് കണ്ടിന്യൂസ് 2-3 എക്സാമ്പിൾസ് വെറുതെ നിങ്ങൾ പറഞ്ഞു. യെസ്, ഹരി പറയുന്നു വി ആർ ലിസണിങ്. വെരി ഗുഡ്. I am going. ഐ ആം ഗോയിങ്, ദാറ്റ് ഈസ് ഓൾസോ വെരി ഗുഡ്. I'm learning English. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. വെരി ഗുഡ്. ഐ ആം ലേണിംഗ് ഇംഗ്ലീഷ്. അടുത്തത് സബ്ജക്റ്റ് എഴുതുക, ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ എഴുതുക, വെർബ് എഴുതുക. അനിത എഴുതിയിട്ടുണ്ട് ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട്. ഓക്കെ, ചിൽഡ്രൻ ആർ പ്ലേയിങ്. ഐ ആം വർക്കിംഗ്. ശ്രുതി ഐ ആം സിറ്റിംഗ് ഇൻ ദ ചെയർ. I am cooking in the kitchen. I am cooking. She is singing. Maluti. She is dancing. I am washing. Divya Chandran. Anu. I am trying. Yes, പറഞ്ഞോളൂ. I am cutting. പറഞ്ഞോളൂ. I am writing. Okay, I am talking. They are living abroad. They are living abroad. അവർ ഇപ്പോഴും വിദേശത്താണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. Okay. They are living abroad. I am writing. I am writing. Okay. അടുത്തത് Boys are playing cricket. ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ ബോയ്സ് എന്നുള്ളതിന് പകരം ബോയ് എന്നാണ് വിചാരിച്ചു. അപ്പൊ എന്ത് തോന്നുന്നേ? Is. വെരി ഗുഡ്. ബോയ് ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് വന്നില്ല. ബോയ്സ് ആയതുകൊണ്ട് ബോയ്സ് ആർ പ്ലേയിങ് ക്രിക്കറ്റ്. വെരി ഗുഡ്. ഓക്കെ. ഗ്രാമർ കറക്റ്റ് ആണ്. അടുത്തത് സ്വാതി ചെയ്തിട്ടുണ്ട് വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഓണം. ഓക്കെ, അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. വി ആർ ഗോയിങ് ടു സെലിബ്രേറ്റ് ഓണം. We are going to shopping. അതൊക്കെ ശരി. ഐ ആം ഡൊണേറ്റ് ബ്ലഡ് ING അതിനകത്ത് വന്നില്ലല്ലോ. ഐ ആം ഡൊണേറ്റിംഗ് എന്നാക്കുക കേട്ടോ. ING വന്നിട്ടില്ല. ING കൂടി ചേർക്കാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING ആണ്. സബ്ജക്റ്റ് പ്ലസ് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് വെർബ് പ്ലസ് ING. We are going to tour. Okay, we are going to school. Okay. I am donating blood. Okay. ING വന്നു. ബട്ട് ING കൂടി വന്നു. കണ്ടിന്യൂസിന് എപ്പോഴും ING ഉണ്ടാവും. Okay. Now, our sir is talking. Oh, okay, sir. ശരി.
ഓക്കെ. ആ പറയ്, ഒരു 2-3 കൂടി പറയും. ഞാൻ അടുത്തിലോട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ അടുത്ത കൂടി പറഞ്ഞേനെ. വി ആർ ഗോയിങ് ടു സിനിമ. ഓക്കെ, We are going to marriage. ഓക്കെ, വി ആർ ഗോയിങ് ടു മാരേജ്. അതിനകത്ത് പ്രപ്പോസിഷനൊക്കെ നമുക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്താനുണ്ട്. അത് നമുക്ക് പ്രപ്പോസിഷൻ പഠിപ്പിക്കുന്ന ആ സമയത്ത് നമുക്ക് നോക്കാം. അടുത്തത്, They are studying English. we are studying English. Okay, we are studying English. We are waiting to bus. We are waiting for bus. He is playing in the park. Okay, we are getting married. Okay, we are getting married now. Okay. Yes. Okay. അപ്പൊ നമുക്ക് ഞാൻ ഒന്നുകൂടി ഒന്ന് ഫൈനലൈസ് ചെയ്ത് പറയണം. കഴിഞ്ഞ 2 ക്ലാസ്. ഓക്കെ, they are eating food, the cat is playing with me, they are swimming. Okay. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ 2 ക്ലാസ്സിലും കൂടി പറഞ്ഞത് 4 ടെൻസിനെ കുറിച്ചാണ്. സിമ്പിൾ പ്രസന്റും, സിമ്പിൾ പാസ്റ്റും, സിമ്പിൾ ഫ്യൂച്ചറും, പ്രസന്റ് കണ്ടിന്യൂസും. ഇനിയും കിടക്കുകയാണ് ഒരു 9, 4 നമ്മൾ പറഞ്ഞത്. ഇനി 8 വേറെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ച് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. ദേ ആർ ഗോയിങ്, ദേ ആർ വർക്കിംഗ്, ഷീ ഈസ് സിറ്റിംഗ്, ഐ ആം വർക്കിംഗ്, ഐ ആം ടീച്ചിങ്, ഐ ആം സ്റ്റഡിയിങ്, അങ്ങനെയുള്ള സെന്റൻസുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നു. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ പതിവിനെ സൂചിപ്പിക്കുന്നതും, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയതും, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ സംഭവിക്കാനിരിക്കുന്നതും, പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ സംഭവമാണ്. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ പ്രസന്റ് കണ്ടിന്യൂസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചോദിക്കും. Any doubt that you can ask? ശരി, ചോദിച്ചോ. ഇനി അതിന് ഇംഗ്ലീഷിൽ ചോദിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചോദിച്ചു. തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ആർക്കും ഒരു സംശയമില്ല അല്ലേ? എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, പക്ഷെ ചോദിച്ചു കഴിഞ്ഞ് പ്രശ്നമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയത് എനിക്കറിയാം. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. കാരണം അവരെന്ത് ചിന്തിക്കുന്നു, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിജയത്തിലേക്ക് എത്താനായിട്ട് അരികത്തായിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മൾ നിർത്തിപ്പോന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ ഈ വക നമ്മുടെ ചിന്തകളൊക്കെ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞാലെന്ന് വിചാരിക്കും, ഞാനായിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയായില്ലെങ്കിലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരും. അതിനെക്കുറിച്ച് ഒന്നും നമ്മൾ ഇതൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും പിന്നോട്ടടിച്ച് കൊണ്ടുപോയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട, കാരണം പല അനുഭവങ്ങളും നമ്മൾ പഠിച്ചതാണ്. ഇനി നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ ഓക്കെ, വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. അപ്പൊ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കുക. പ്രസന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 10-15 വാചകങ്ങൾ സ്വന്തമായിട്ട് പറയുക, സ്വന്തമായിട്ട് എഴുതി നോക്കുക. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. വി വിൽ മീറ്റ് ദ നെക്സ്റ്റ് ടൈം. ഓക്കെ. Thank you, sir. Thank you, sir. Thank you, sir. Yeah. Thank you, sir. Thank you, sir. Okay.